എന്തുകൊണ്ട് ഇതിനകത്ത് ബിബ്ലിക്കൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് ആഡ് ചെയ്ത് അങ്ങനെ ഒരു അഡ്ജക്റ്റീവോട് കൂടെ എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കേണ്ടെന്ന ആവശ്യകത നമ്മുടെ മുൻപിൽ എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നെ അറിയാവുന്നവർക്ക് നിങ്ങൾക്കറിയാം, ഒന്നാമത് ഞാൻ ഒരു ദൈവ പൈതലാണ്. കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി രാജാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എൻ്റെ ഫെയ്ത്ത് ലൈഫ്, കർത്താവിനോടുള്ള ബന്ധം, ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് സഭാ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഒരു ഫാമിലി കൗൺസിലറാണ്. ഈ എല്ലാ മേഖലകളും കൂടെ ചേർത്ത് വെച്ചാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലാണ്. ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ കൂടുതലൊരു പാഷൻ, ഇതിന്റെ നീഡ് ഇത്ര അധികമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ എൻ്റെ മെഡിക്കൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സഹായിച്ചത് അല്ലെങ്കിൽ എനിക്ക് പ്രചോദനം നൽകിയത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി നീഡുണ്ട്. അതിനുശേഷമാണ് കൗൺസിലിംഗ് മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ഒന്നും കൂടെ എന്നെ ഈ കൺവിക്ഷൻസിൽ എന്നെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോയി. കാരണം കൗൺസിലിങ്ങിന്റെ മേഖലകൾക്കകത്താണല്ലോ വ്യക്തികൾ അവരുടെ ജീവിതത്തെ വന്ന് തുറക്കുന്നത്. അന്നേരമെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു ടോക്ക് ഇങ്ങനെയാണ്: ആൻറ്റി, എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ചില അഡിക്ഷൻസിനകത്തേക്കൊക്കെ കുഞ്ഞുങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞ് 10-15 വർഷങ്ങൾ കഴിയുമ്പോഴാണ് അവര് തന്നെ വളരെ പ്രയാസത്തോടെ എങ്ങനെയെങ്കിലും എനിക്ക് ഇതിനകത്തുനിന്ന് ഊരിപ്പോരണം, ആൻറ്റി എന്നെ സഹായിക്കണം. അപ്പോഴത്തേക്കിന് അതൊരു വൈകല്യമായി, ഒരു അഡിക്ഷനായി മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു, വ്യക്തിത്വത്തെ ബാധിച്ചു കഴിഞ്ഞു. ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ചില വർഷങ്ങൾ പിന്നിട്ട് പോയി.